നമസ്കാരം. എയർ ഇന്ത്യയുടെ ആദ്യ എയർബസ് A350 വിമാനം വ്യാഴാഴ്ച പുറത്തിറങ്ങി. എയർ ഷോ വിങ്സ് 2024 ഭാഗമായി ഹൈദരാബാദിലെ ബേഗംപേട്ട് വിമാനത്താവളത്തിലാണ് എയർ ഇന്ത്യ തങ്ങളുടെ ആദ്യത്തെ A350 വിമാനം പ്രദർശിപ്പിച്ചത്. വ്യോമയാന മന്ത്രി എയർബസ് A350 വിമാനം ഉദ്ഘാടനം ചെയ്തു. ഈ വർഷം മെയ് മാസത്തോടുകൂടി 6 A350 വിമാനങ്ങൾ കൂടി എയർ ഇന്ത്യക്ക് ലഭിക്കും. A350 പ്രവർത്തിപ്പിക്കുന്ന ആദ്യ ഇന്ത്യൻ വിമാന കമ്പനിയായി ഇതോടെ എയർ ഇന്ത്യ മാറി. എയർബസ് A350 വിമാനം ഈ മാസം അവസാനം ജനുവരി 22-ന് സർവീസ് ആരംഭിക്കും. ശക്തവും ഇന്ധനക്ഷമതയുള്ളതുമായ റോൾസ് റോയ്സ് ട്രെൻഡ് XWB എഞ്ചിനിലാണ് A350 വരുന്നത്. ഇതിന് 9700 നോട്ടിക്കൽ മൈൽ വരെ നിർത്താതെ പറക്കാൻ സാധിക്കും. 3 ക്ലാസ് ക്യാബിൻ ഇതിലുണ്ടാകും. ബിസിനസ്, പ്രീമിയം എക്കണോമി എന്നിങ്ങനെ 316 സീറ്റുകളാണ് വിമാനത്തിലുണ്ടാകുക. ക്യാബിനിൽ 28 സ്വകാര്യ ബിസിനസ് ക്ലാസ് സ്യൂട്ടുകളും 24 പ്രീമിയം സീറ്റുകളും 264 ഇക്കണോമി സീറ്റുകളും ഉൾപ്പെടുന്നു. ടോപ്പ് എൻഡ് സ്യൂട്ട് കസേരകൾ പൂർണ്ണ വലുപ്പമുള്ള കിടക്കകളാക്കി മാറ്റാനും കഴിയും. ഓരോ സ്യൂട്ടിനും വ്യക്തിഗത വാർഡ്രോബ്, ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്കുള്ള സ്റ്റോറേജ് സ്പേസ്, 21 ഇഞ്ച് HD ടച്ച് സ്ക്രീൻ, ഇൻഫോർടൈൻമെന്റിനും വിനോദത്തിനുമായി ഒരു വീഡിയോ ഹാൻഡ്സെറ്റ് എന്നിവയുമുണ്ട്. ദീർഘദൂര റൂട്ടുകളിലേക്ക് പറക്കുന്നതിന് മുൻപ് എയർ ഇന്ത്യ തുടക്കത്തിൽ ആഭ്യന്തര റൂട്ടുകളിൽ പറക്കും. ആദ്യ റൂട്ട് ബംഗളൂരുവിനും മുംബൈക്കും ഇടയിലായിരിക്കുമെന്നും എയർലൈൻ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആഗോളതലത്തിൽ ഖത്തർ എയർവേസ് ആണ് 2015-ൽ A350 ആദ്യമായി ഉൾപ്പെടുത്തിയത്. ജനുവരി 22-ന് ആഭ്യന്തര സർവീസ് ആരംഭിക്കുന്ന എയർ ഇന്ത്യയുടെ A350 വിമാനം ബംഗളൂരു, ചെന്നൈ, ഡൽഹി, ഹൈദരാബാദ്, മുംബൈ റൂട്ടുകളിലാകും സർവീസ് നടത്തുക. തുടർന്ന് ഇത് അന്താരാഷ്ട്ര സർവീസുകളിലേക്ക് കടക്കും. 20 A350-1000 വിമാനങ്ങളടക്കം പുതിയ 250 വിമാനങ്ങൾക്കാണ് എയർ ഇന്ത്യ ഓർഡർ നൽകിയിരിക്കുന്നത്. ഇന്ത്യയുടെ വ്യോമയാന ചരിത്രത്തിലെ ഒരു പ്രധാന നാഴികക്കല്ലായിരിക്കും ഇതെന്ന് ജ്യോതിരാദിത്യ സിന്ധ്യ പറഞ്ഞു. ഇന്ത്യയിലേക്കുള്ള അത്യാധുനിക വിമാനങ്ങളുടെ വരവ് വ്യോമയാന മേഖലയെ വളർത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.